ഹായ് എവരിവൺ, ഈസി കോമേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത് അൺസോൾഡ് സ്റ്റോക്കിന്റെ വാല്യൂഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ ഓരോ സെന്റൻസ് വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം ചെയ്യണം നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി വെച്ചേക്കണം. അത് പറയാനുള്ള കാരണം വെച്ചാല് ഒരു ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് എടുക്കേണ്ടതും ഏതൊക്കെയാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ അടുത്തടുത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വാല്യൂഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ it may not possible that the total of consigned goods is sold out by the consignee. It may not possible that the total of consigned goods is sold out by the consignee. ഒരു കൺസൈനിക്ക് സാധനങ്ങൾ അയക്കുമല്ലോ. അപ്പോ ആ കൺസൈനി വിറ്റഴിക്കാൻ കൈപ്പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും മുഴുവനായിട്ട് വിറ്റഴിക്കപ്പെടണമെന്നില്ല. ഒരു കൺസൈനിക്ക് സാധനങ്ങൾ കൈമാറ്റം ചെയ്ത് കഴിയുമ്പോൾ ആ കൺസൈനി വിറ്റഴിക്കാൻ കൈപ്പറ്റിയിട്ടുള്ള എല്ലാ സാധനങ്ങളും മുഴുവനായിട്ട് വിറ്റഴിക്കപ്പെടണമെന്നില്ല. The unsold stock in the hands of a consignee in an accounting period is brought into the accounts of the consignor. The unsold stock in the hands of a consignee in an accounting period is brought into the accounts of the consignor. ഒരു അക്കൗണ്ടിംഗ് പീരീഡില് കൺസൈനിയുടെ കൈവശം വിറ്റഴിക്കപ്പെടാതെ റിമൈനിങ് ആയിട്ടുള്ള അതായത് ബാലൻസ് ആയിട്ടുള്ള സ്റ്റോക്കുകള് കൺസൈനറുടെ അക്കൗണ്ടിലേക്കാണ് കൊണ്ടുവരേണ്ടത്. ഒരു അക്കൗണ്ടിംഗ് പീരീഡില് കൺസൈനിയുടെ കൈവശം വിറ്റഴിക്കപ്പെടാതെ റിമൈനിങ് ആയിട്ടുള്ള അതായത് ബാലൻസ് ആയിട്ടുള്ള ഏതൊക്കെ സ്റ്റോക്കുകളുണ്ടോ ആ സ്റ്റോക്കുകള് കൺസൈനറുടെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരണം, അക്കൗണ്ടിലേക്ക് കാണിക്കണം. The unsold stock in the hands of the consignee should be valued at a cost price or market price, whichever is less. എന്താ പറയുന്നത്? The unsold stock in the hands of the consignee should be valued at a cost price or market price, whichever is less. കൺസൈനിയുടെ കൈവശമുള്ള വിറ്റഴിക്കപ്പെടാത്ത സ്റ്റോക്കിന് കോസ്റ്റ് പ്രൈസിലോ മാർക്കറ്റ് പ്രൈസിലോ അതിൽ ഏത് പ്രൈസ് ആണോ കുറവ് വരുന്നത് ആ വിലയിൽ വേണം വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ കോസ്റ്റ് പ്രൈസ് ആവാം അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ് ആവാം. ഈ രണ്ട് പ്രൈസിനകത്ത് ഏത് പ്രൈസിലാണോ കുറവ് വരുന്നത് ആ കുറവിൽ വേണം നിങ്ങൾ ചെയ്യാൻ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കെ, എന്നോട് പറയുന്നത് ദ കോസ്റ്റ് ഇൻക്ലൂഡ് കണ്ടോ, നമ്മുടെ കോസ്റ്റ് പ്രൈസ് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, അതിൽ കോസ്റ്റ് പ്രൈസിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് അതാണ് ഇവിടെ അറ്റ് കോസ്റ്റ് പ്രൈസിന് വെച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പൊ നിങ്ങൾ ഓർക്കുക, അൺസോൾഡ് സ്റ്റോക്കിന്റെ വാല്യൂഷൻ പറയുമ്പോൾ എപ്പോഴും എവിടെ ആയിരിക്കണം? കോസ്റ്റ് പ്രൈസിലായിരിക്കണം. അതാണ് ഇവന്മാര് പറയുന്നത് ദ കോസ്റ്റ് ഇൻക്ലൂഡ്സ്. കണ്ടോ? പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ഇൻകർഡ് ബൈ ദി കൺസൈനർ ആസ് വെൽ ആസ് ദി കൺസൈനി ടു ബ്രിങ് ദ ഗുഡ്സ് ടു ദി ഗോഡൌൺ. കണ്ടോ? അപ്പൊ എന്താ പറയുന്നത്? The cost includes proportionately non-recurring expenses incurred by the consignor as well as the consignee to bring the goods to the godown. എന്താ പറയുന്നത്? കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ കൺസൈനർ വഹിച്ചിട്ടുള്ള നോൺ റെക്കറിംഗ് എക്സ്പെൻസും സാധനങ്ങള് ഗോഡൌണിൽ എത്തിക്കുന്നതിനായി കൺസൈനി വഹിച്ചിട്ടുള്ള ചെലവുകളും ഇതിൽ ഉൾപ്പെടുത്തണം. അപ്പൊ എന്താ പറയുന്നത്? കോസ്റ്റ് പ്രൈസില് കൺസൈനർ വഹിച്ചിട്ടുള്ള നോൺ റെക്കറിംഗ് എക്സ്പെൻസും സാധനങ്ങള് ഗോഡൌണിൽ എത്തിക്കുന്നതിനായി കൺസൈനി വഹിച്ചിട്ടുള്ള എക്സ്പെൻസുകളും ഇതിൽ ഉൾപ്പെടുത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രൈറ്റ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻഷുറൻസ്, ട്രാൻസിറ്റ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് ആർ ഓൾസോ ആഡഡ് ടു ദി വാല്യൂ ഓഫ് ഗുഡ്സ്. എന്താ പറഞ്ഞത്? ഇതിനോടൊപ്പം തന്നെ ഫ്രൈറ്റും കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻഷുറൻസ്, ട്രാൻസിറ്റ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് ആർ ഓൾസോ ആഡഡ് ടു ദി വാല്യൂ ഓഫ് ഗുഡ്സ്. അതായത് ഫ്രൈറ്റും കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻഷുറൻസ്, ട്രാൻസിറ്റ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് പോലുള്ള എക്സ്പെൻസുകളും സാധനങ്ങളുടെ വാല്യൂനോടൊപ്പം ചേർത്ത് കാണിക്കണം. മനസ്സിലായോ? എന്നിട്ട് പറയാണ് the expenses of recurring nature incurred after the goods reaches the godown of the consignee, such as godown rent,
insurance go down, advertisement, salaries of salesmen, etc. should be ignored. The expenses of the recurring nature incurred after the goods reach the godown of the consignee, such as godown rent, insurance godown, advertisement, salaries of salesmen, etc. should be ignored. Godown സാധനങ്ങൾ എത്തിച്ചതിന് ശേഷം ഗോഡൌണില് സാധനങ്ങൾ എത്തിച്ചതിന് ശേഷം വരുന്ന ഗോഡൌൺ റെന്റും അഡ്വർടൈസ്മെന്റും സെയിൽസ്മെന്റുകളുടെ സാലറി സെല്ലിംഗ് എക്സ്പെൻസ് തുടങ്ങിയ പോലുള്ള റെക്കറിംഗ് എക്സ്പെൻസുകൾ ഇഗ്നോർ ചെയ്യണം, ഒഴിവാക്കണം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ഓർക്കുക, അൺസോൾഡ് സ്റ്റോക്കിന്റെ വാല്യൂഷൻ ചെയ്യുമ്പോൾ കൺസൈനർ വഹിച്ചിട്ടുള്ള ചെലവുകളും അതോടൊപ്പം തന്നെ ഗോഡൌണിൽ എത്തിക്കാനായിട്ടുള്ള കൺസൈനിൽ വഹിച്ചിട്ടുള്ള എന്തൊക്കെ ചെലവുകളുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തണം. അതുമാത്രമല്ല, ഫ്രൈറ്റിനെ ഉൾപ്പെടുത്താം, കസ്റ്റംസ് ഡ്യൂട്ടി ഉൾപ്പെടുത്താം, ഇൻഷുറൻസ് ഉൾപ്പെടുത്താം, ട്രാൻസിറ്റ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജസ് പോലുള്ള ചാർജുകൾ എന്ത് ചെയ്യാം, അതിൽ കാണിക്കാം. അപ്പൊ അതിൽ ആരെയാണ് ഒഴിവാക്കേണ്ടത്? ഗോഡൌണില് സാധനങ്ങൾ എത്തിച്ചതിന് ശേഷം വരുന്ന ഗോഡൌൺ റെന്റ്, ഇൻഷുറൻസ്, ഗോഡൌൺ, അഡ്വർടൈസ്മെന്റ്, സെയിൽസ്മാന്റെ സാലറി, സെല്ലിംഗ് എക്സ്പെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം ഒഴിവാക്കണം. ഓക്കെ. ഇനി കോസ്റ്റ് പ്രൈസ് ഓഫ് കൺസൈൻമെന്റ് സ്റ്റോക്കിംഗ്, അതായത് കൺസൈൻമെന്റ് സ്റ്റോക്കിന്റെ കോസ്റ്റ് പ്രൈസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പൊ അത് ഇക്വേഷൻ ഉണ്ട്. കോസ്റ്റ് പ്രൈസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്കിംഗ്, അതായത് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ കോസ്റ്റ് പ്രൈസിനോടൊപ്പം പ്രൊപ്പോർഷനേറ്റ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. രണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൺസൈൻമെന്റ് സ്റ്റോക്കിന്റെ കോസ്റ്റ് പ്രൈസ് കിട്ടും. ഓക്കെ. അതിന്റെ എൻട്രി ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ. The journal entry to record the value of unsold stock in the books of the consignor is as follows. അക്കൗണ്ടിംഗ് പീരീഡിലെ വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നുള്ള ജേണൽ എൻട്രി കൺസൈനറുടെ പോസ്റ്റിലാണ് കാണിക്കുന്നത്. അപ്പൊ എന്തോ എൻട്രി? കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കൺസൈനറുടെ ബുക്കിൽ എഴുതുമ്പോൾ അവിടെ ആരെ എഴുതിയാൽ മതി? കൺസൈൻമെന്റ് എഴുതിയാൽ മതി. മനസ്സിലല്ലോ? അപ്പൊ എന്താ ഞാൻ പറഞ്ഞ? അക്കൗണ്ടിംഗ് പീരീഡിലെ വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് റെക്കോർഡ് ചെയ്യുന്നുള്ള ജേണൽ എൻട്രി ആണ് കൺസൈനറുടെ ബുക്കിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ എൻട്രി മനസ്സിലല്ലോ? കൺസൈൻമെന്റ് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു കൺസൈൻമെന്റ് അക്കൗണ്ട്. അതിൽ നരേഷൻ ഷോർട്ട്കട്ടായി കാണിച്ചിരിക്കുകയാണ് വാല്യൂ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് റെക്കോർഡ്. മനസ്സിലല്ലോ? ഇതിന്റെ 5 മാർക്ക് ക്വസ്റ്റ്യൻ വരും. 5 മാർക്ക് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഈ എൻട്രി ചോദിക്കുകയാണെങ്കിൽ എഴുതിയാൽ മതി, ഇല്ലെങ്കിൽ കാൽക്കുലേഷൻ മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. ഇനി അത് മാത്രമല്ല, ഒരു കാര്യം കൂടെ അവരെടുത്ത് പറയുന്നുണ്ട്. നോ എൻട്രി ഈസ് ടു ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ദി കൺസൈനി സിൻസ് ദ കൺസൈനർ ഈസ് ദി ഓണർ ഓഫ് ദ ഗുഡ്സ് ആൻഡ് നോട്ട് ദി കൺസൈനി. അപ്പൊ എന്ത് പറയുന്നത്? നോ എൻട്രി ഈസ് ടു ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ദി കൺസൈനി സിൻസ് ദ കൺസൈനർ ഈസ് ദി ഓണർ ഓഫ് ദി ഗുഡ്സ് ആൻഡ് നോട്ട് ദി കൺസൈനി. അതായത് കൺസൈനി സാധനങ്ങളുടെ ഓണർ അല്ലാത്തത് കൊണ്ട് കൺസൈനർ ആണ് ഓണറായിട്ട് വരുന്നത്. അതിനാൽ കൺസൈനിയുടെ പുസ്തകത്തിൽ എൻട്രി റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കൺസൈനി സാധനങ്ങളുടെ ഓണർ അല്ലാത്തത് കൊണ്ട് കൺസൈനർ ആണ് ഓണറായിട്ട് എപ്പോഴും വരിക. അതിനാൽ കൺസൈനിയുടെ പുസ്തകത്തില് എൻട്രി എഴുതേണ്ട ആവശ്യം വരത്തില്ല. അപ്പൊ എവിടെ മാത്രം എഴുതിയാൽ മതി? കൺസൈനറുടെ ബുക്കിൽ മാത്രം ഈ എൻട്രി എഴുതിയാൽ മതി. ഓക്കെ. ഇനി അടുത്തതായിട്ട് പറയുന്നത് കൺസൈൻമെന്റ് ലോസസ് ആണ്. കൺസൈൻമെന്റ് ലോസസ് എന്ന് പറയുന്നത് when consignor dispatches goods to the consignee, he may incur 2 types of losses. When consignor dispatches goods to the consignee, he may incur 2 types of losses. കൺസൈനർ സാധനങ്ങൾ കൺസൈനിലേക്ക് അയക്കുമ്പോൾ 2 തരം ലോസുകൾ സംഭവിക്കാം. കൺസൈനർ ആണല്ലോ കൺസൈനിക്ക് സാധനങ്ങൾ ഡിസ്പാച്ച് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഡിസ്പാച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2 തരത്തിലുള്ള ലോസുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ ലോസ് വരുന്നത്? ഒന്ന് നോർമൽ ലോസും മറ്റൊന്ന് അബ്നോർമൽ ലോസും. എന്തൊക്കെയാണ് നോർമൽ ലോസും അബ്നോർമൽ ലോസും? The concept of normal loss and abnormal loss were discussed in the previous unit. അതായത് നോർമൽ ലോസിനെ കുറിച്ചും അബ്നോർമൽ ലോസിനെ കുറിച്ചും അതിന്റെ കോൺസെപ്റ്റ്, അതായത് അതിന്റെ മീനിങ് നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ട്. 1ാമത്തെ യൂണിറ്റിനകത്ത് പഠിച്ചിട്ടുണ്ട്. 6ാമത്തെ ബ്ലോക്കില് 1ാമത്തെ യൂണിറ്റിനകത്ത് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ്. ഒന്നെങ്കിൽ എൻട്രി ആവാം അല്ലെങ്കിൽ ഇക്വേഷൻ ആവാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? നോർമൽ ലോസിന്റെയും അബ്നോർമൽ ലോസിന്റെ മീനിങ് എവിടെ പഠിച്ചിട്ടുണ്ട്? കഴിഞ്ഞ യൂണിറ്റിൽ അത് പഠിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ വേണ്ട എന്താണ്? അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ആണ് അല്ലെ? എന്താണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്? ഒന്നെങ്കിൽ എൻട്രി ആവാം അല്ലെങ്കിൽ ഇക്വേഷൻ ആവാം. ഓക്കെ, അപ്പൊ അതാണ് ഇനി താഴെ കൂടെ പറയാൻ പോകുന്നത്. നോക്കാം. അത് നമ്മുടെ ആദ്യത്തെ ഏത് ലോസ് ആണ്? നോർമൽ ലോസ് ആണ്. അതായത് സാധാരണയായിട്ട് സംഭവിക്കുന്ന ലോസുകൾ. അതെന്താ നോക്കാം. നോക്കി, നോർമൽ ലോസ് ഈസ് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദി കോസ്റ്റിംഗ്. നോർമൽ ലോസ് ഈസ് ട്രീറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ദി കോസ്റ്റിംഗ്. നോർമൽ ലോസ് കോസ്റ്റിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നു. നോർമൽ ലോസ് കോസ്റ്റിന്റെ ഭാഗമായിട്ട് കണക്കാക്കുന്നു. Its value is borne by goods unit. Its value is borne by goods unit. അതിന്റെ വാല്യൂ നല്ല സാധനങ്ങളായിട്ടാണ് വഹിക്കുന്നത്. നോ എൻട്രി ഇസ് റിക്വയർഡ് ഫോർ ദി ട്രീറ്റ്മെന്റ് ഓഫ് നോർമൽ ലോസിംഗ്. നോർമൽ ലോസിന് എൻട്രി പ്രത്യേകമായിട്ട് ആവശ്യം കാണിക്കുന്നില്ല. നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റില് നോ എൻട്രി ഇസ് റിക്വയർഡ്. എൻട്രിയുടെ ആവശ്യം കാണിക്കുന്നില്ല. പക്ഷേ the value of remaining stock is inflated by the cost of unit lost. അപ്പൊ എന്താ പറയുന്നത്? The value of remaining stock is inflated by the cost of unit lost. നോർമൽ ലോസ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് എൻട്രിയുടെ യാതൊരു വിധത്തിലുള്ള ആവശ്യം കാണിക്കുന്നില്ല. എന്നാൽ റിമൈനിങ് സ്റ്റോക്കിന്റെ വാല്യൂ യൂണിറ്റ് കോസ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇൻഫ്ലേറ്റഡ് ആയിട്ട് കാണിക്കണം, പെരുപ്പിച്ച് കാണിക്കണം. എന്താണ് ഇൻഫ്ലേറ്റഡ് മീൻസ്? പെരുപ്പിക്കണം. മനസ്സിലായോ? ഒരിക്കൽ കൂടി പറയാം. നോ എൻട്രി ഈസ് റിക്വയർഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് നോർമൽ ലോസിംഗ്. നോർമൽ ലോസിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് എൻട്രിയുടെ യാതൊരു ആവശ്യം വരുത്തില്ല. എന്നാൽ the value of remaining stock is inflated by the cost of unit lost. റിമൈനിങ് സ്റ്റോക്കിന്റെ വാല്യൂ യൂണിറ്റ് കോസ്റ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് ഇൻഫ്ലേറ്റഡ് ആയിട്ട് കാണിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. അൺസോൾഡ് സ്റ്റോക്കിന്റെ കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയാൻ പോകുന്നത്. ഓക്കെ, നേരത്തെ പറഞ്ഞാണ് കോസ്റ്റ് പ്രൈസ് ഓഫ് കൺസൈൻമെന്റ് സ്റ്റോക്ക്. കണ്ടോ, ഇത് കൺസൈൻമെന്റ് സ്റ്റോക്കിന്റെ കോസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ, ഇതെന്താണ്? കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ആണ്. ഓക്കെ, രണ്ടാണ്. അപ്പൊ കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഇക്വേഷൻ പറഞ്ഞു. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെന്റ് പ്ലസ് ടോട്ടൽ നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് divided by total unit of goods sent minus normal loss units into closing stock in units. അപ്പൊ ഇതാണ് ഇക്വേഷൻ. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം നോക്കാം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നോക്കി. ഇല്ലസ്ട്രേഷൻ 6.2.3 ആണ്. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ പറഞ്ഞതിന്റെ മീനിങ് ഉണ്ടല്ലോ, അത് നല്ലപോലെ മനസ്സിലാക്കണം. അപ്പൊ നോക്കാം. ഗുഡ്സ് കൺസൈൻഡ് 1000 kg at ₹20 per kg. ഒരു കൺസൈനിക്ക് 1000 kg സാധനങ്ങളാണ് അയക്കുന്നത്. ഒരു kgക്ക് എത്ര വെച്ച്? 20 രൂപ വെച്ചാണ്. മനസ്സിലായോ? ഒരു കൺസൈനിക്ക് 1000 കിലോഗ്രാം സാധനങ്ങൾ അയക്കുന്നുണ്ട്. അതിൽ ഒരു കിലോയ്ക്ക് 20 രൂപ വെച്ചാണ് പറയുന്നത്. അതുമാത്രമല്ല, freight and carriage paid by the consignor ₹5000. കൺസൈനർ ഫ്രൈറ്റിനും കാരേജിനും വേണ്ടി 5000 രൂപ കൊടുത്തിട്ടുണ്ട്. The consign is sold 650 kg at ₹40 per kg. ഒരു കൺസൈനർ 1000 kg അയക്കുന്നത് കൺസൈനിക്ക്. ആ കൺസൈനിലോ അതിനകത്ത് 650 kg സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അത് ഒരു kgക്ക് എത്ര വെച്ചാണ്? 40 രൂപ വെച്ചാണ്. കണ്ടല്ലോ? ഓക്കെ, അതുമാത്രമല്ല ആൻഡ് ഇൻകേർഡ് ₹2000 as അൺലോഡിംഗ് എക്സ്പെൻസ്. കണ്ടോ, അൺലോഡിംഗ് ചെലവിന് വേണ്ടി 2000 രൂപയും അതോടൊപ്പം തന്നെ 4000 രൂപ ഗോഡൌൺ റെന്റിന് വേണ്ടിയും 1500 രൂപ സെല്ലിംഗ് എക്സ്പെൻസിന് വേണ്ടി വഹിച്ചിട്ടുണ്ട്. മനസ്സിലായോ? എന്നിട്ട് പറയാണ് നോർമൽ ലോസ് ഡ്യൂ ടു ലീക്കേജ് ഈസ് 100. കണ്ടോ, നോർമൽ ലോസിന് വേണ്ടി എന്തെങ്കിലും ലീക്കേജ് ആയിട്ടുണ്ട്. എത്രയാണ്? 100 രൂപ. 100 kg. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. അൺസോൾഡ് സ്റ്റോക്കിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പൊ അൺസോൾഡ് സ്റ്റോക്കിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ് സംഭവം? ഇതാണ് ഇക്വേഷൻ. കണ്ടല്ലോ? ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എത്ര സ്റ്റെപ്പ് വേണം?
4 സ്റ്റെപ്പുകൾ വേണം. രണ്ടാമത്തെ സ്റ്റെപ്പിന്റെ ആവശ്യം വരത്തില്ല, എന്നാലും ജസ്റ്റ് അതൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടാണ് വാല്യൂഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ആണ് അല്ലെ. ഇപ്പൊ വാല്യൂഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? ഇതാണ് സംഭവം. കണ്ടോ? കോസ്റ്റ് പ്രൈസ് ഓഫ് കൺസൈൻമെന്റ് സ്റ്റോക്ക് കണ്ടല്ലോ. കോസ്റ്റ് പ്രൈസ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് പ്ലസ് പ്രൊപ്പോർഷനേറ്റ് നോൺ റിക്കറിംഗ് എക്സ്പെൻസസ് കണ്ടല്ലോ. ഓക്കെ, അപ്പൊ എന്താ എഴുതുന്നത് പറഞ്ഞു? ആറ് നമ്മൾ എന്ത് ചെയ്തോണേ? കോസ്റ്റ് ഓഫ് 1000 kg അറ്റ് ₹20/kg ആണല്ലോ. എത്ര സാധനങ്ങളാണോ അയക്കുന്നത്, അപ്പൊ എത്രയൊക്കെ അയച്ചെടുക്കുന്നത്? 1000 kgക്കാണ് അയക്കുന്നത്. 1 kg എത്രയാണ്? 20 രൂപയല്ലയോ? 20 രൂപയാണ്. അപ്പൊ നോക്കി, കോസ്റ്റ് ഓഫ് 1000 kg അറ്റ് ₹20/kg അപ്പൊ എത്രയും? 20,000. 20,000 കിട്ടി. 1000ന് 20 കൊണ്ട് മാറ്റപ്പെടും. അപ്പൊ എത്ര ഇടും? 20,000 കിട്ടും. എന്നിട്ട് ആഡ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ്. അപ്പൊ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എന്താ പറഞ്ഞത്? വാല്യൂഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആരെയൊക്കെ നമ്മൾ പഠിക്കണം? കൺസൈനർ വഹിച്ചിട്ടുള്ള എക്സ്പെൻസുകളും കൺസൈനി വഹിച്ചിട്ടുള്ള എക്സ്പെൻസുകളും അല്ലെ, അവർ മാത്രമേ എടുക്കാവൂ. ഇതിന് ആരൊക്കെ ഒഴിവാക്കണം? ഗോഡൌൺ റെന്റിനെ ഒഴിവാക്കണം, ഇൻഷുറൻസ് ഗോഡൌൺ ഒഴിവാക്കണം, അഡ്വർടൈസ്മെന്റ് ഒഴിവാക്കണം, സാലറീസ് സെയിൽസ്മാൻ ഒഴിവാക്കണം, പിന്നെ സെല്ലിംഗ് എക്സ്പെൻസിനെ ഒഴിവാക്കണം. പിന്നെ എടുക്കേണ്ടത് ആരാണ്? കൺസൈനറുടെ ചെലവുകളും കൺസൈനിയുടെ ചെലവുകളും പിന്നെ പോലെ ഫ്രൈറ്റ്, കസ്റ്റംസ് ഡ്യൂട്ടി, ഇൻഷുറൻസ്, ട്രാൻസിറ്റ്, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് ചാർജ് എന്നിവ മാത്രമേ ഉൾപ്പെടുത്താവൂ. ഇവിടെ എന്തൊക്കെ പറയുന്നുണ്ട്? ഓക്കെ, ഇവിടെ ആരൊക്കെ എടുക്കാം പറഞ്ഞു? 2000 അൺലോഡിംഗ് എക്സ്പെൻസ് എടുക്കാം അല്ലെ, എടുത്തോളെ, എടുക്കാം. പിന്നെ അത് മാത്രമല്ല 4000 ഗോഡൌൺ ഇല്ലേ, അതെടുക്കാൻ പാടില്ല. 1500 സെല്ലിംഗ് എക്സ്പെൻസിലെ അതും എടുക്കാനും പാടില്ല. അപ്പോ ആഡ് നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറയും? ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ് വരുന്നത് എത്ര രൂപ? 5000. പിന്നെ വരുന്നത് അൺലോഡിംഗ് ചാർജ് എത്രയാണ്? 2000 രൂപ ആണല്ലോ. അത് രണ്ടും മാത്രമേ എടുക്കാവൂ. അപ്പൊ നോക്കി, ആഡ് നോൺ റെക്കറിംഗ് എക്സ്പെൻസസ്. അപ്പൊ എന്തൊക്കെ പറയും? ഫ്രൈറ്റ് ആൻഡ് ക്യാരേജ് 5000, അൺലോഡിംഗ് എക്സ്പെൻസ് 2000. അത് രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് ഈ 20,000 താഴെ കാണിച്ചിരിക്കുന്നത്. കണ്ടല്ലോ, 7000 വരും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? രണ്ടും കൂടെ ആഡ് ചെയ്യണം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 27,000 കിട്ടി. ഈ 27,000 ആണ് എന്താന്ന് പറഞ്ഞത്? വാല്യൂഷൻ ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് കൺസൈൻമെന്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് വേണമെന്നില്ല, എന്നാൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. എന്തായിരിക്കുന്നത്? ആക്ച്വൽ ക്വാണ്ടിറ്റി അവൈലബിൾ ഫോർ സെയിലിംഗ്. 1000 kg ആണല്ലോ കൺസൈനിക്ക് സാധനം അയക്കുന്നത്, പക്ഷെ 650 kg ആണ് വിൽക്കുന്നത്. പക്ഷെ അവിടെ എന്ത് പറയുന്നത്? നോർമൽ ലോസ് ഡ്യൂ ടു ലീക്കേജ് ഈസ് എത്രയാണ്? 100 ആണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? ഈ 1000ൽ നിന്നും 100 രൂപ കുറച്ച് കാണിക്കണം. അപ്പൊ എത്ര വരും? 900 kg ആണ് വരുന്നത്. ഈ 900-നകത്താണ് എത്ര വിൽക്കുന്നത്? 650 kg വിൽക്കുന്നത്. അല്ലാതെ 1000-നകത്തല്ല 650 kg വിൽക്കുന്നത്. മനസ്സിലായോ? ഈ 1000-നകത്ത് എന്ത് ചെയ്യണം? നോർമൽ ലോസ് മൈനസ് ചെയ്യണം. അപ്പൊ എത്ര കിട്ടും? 900 കിട്ടും. 900. ആ 900-നകത്താണ് എന്ത് ചെയ്യുന്നത്? 650 kg സാധനങ്ങൾ വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കി, ആക്ച്വൽ ക്വാണ്ടിറ്റി അവൈലബിൾ ഫോർ സെയിൽ. ക്വാണ്ടിറ്റി മീൻസ് പറഞ്ഞാണ് യൂണിറ്റ്സ് എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പോ 1000 kg മൈനസ് 100 kg ഈസികൾ എത്ര വരും? 900 kg വരും. മനസ്സിലായോ? നോർമൽ ലോസിന് എഴുതണ്ട കേട്ടോ. അപ്പൊ എത്ര വരും? 900 കിട്ടും. മനസ്സിലായോ? ഓക്കെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ യൂണിറ്റ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്താ പറഞ്ഞത്? 1000-നകത്ത് 100 രൂപ ബാക്കി എത്ര ഉണ്ട്? 900 ഉണ്ട്. ഈ 900-നകത്താണ് നമ്മളെന്ത് 650 kg വിൽക്കുന്നത്. അപ്പൊ ബാക്കി ഇവിടെ എത്ര യൂണിറ്റ്സ് വരും? 250 യൂണിറ്റ്സ് വരും. കണ്ടോ? അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ഇൻ യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 1000 മൈനസ് 100 മൈനസ് 650, ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 250 യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ അവസാനത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 250 യൂണിറ്റ് ആണ്. കണ്ടല്ലോ? ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക്. അപ്പൊ കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേഷൻ നിങ്ങൾ പറഞ്ഞു. കോസ്റ്റ് ഓഫ് അൺസോൾഡ് സ്റ്റോക്ക് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഗുഡ്സ് സെന്റ് പ്ലസ് ടോട്ടൽ നോൺ റെക്കറിംഗ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് സെന്റ് മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്സ് ഇൻടു ക്ലോസിംഗ് സ്റ്റോക്ക് യൂണിറ്റ്സ്. ഓക്കെ, അപ്പൊ നോക്കി വാല്യൂ റീപ്ലേസ് ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സെന്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 20,000 ആണ് അല്ലെ. ഇപ്പൊ 20,000 കിട്ടി. 1000 kg 20 പെർ kg കൂടെ ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര? 20,000 കിട്ടും. ആ 20,000 ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, പ്ലസ് ടോട്ടൽ നോൺ റെക്കറിംഗ് എക്സ്പെൻസ് എത്രയാണ്? 5000 പ്ലസ് 2000, അപ്പൊ എത്ര? 7000.
അപ്പൊ ആ 7000 ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. ബൈ ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് സെന്റ് എന്ന് പറയുമ്പോൾ എത്ര സാധനങ്ങളാണ് യൂണിറ്റ്സ് സെന്റ് ചെയ്തിരിക്കുന്നത്? 1000 kg ടോട്ടൽ ആണ് കേട്ടോ. അപ്പൊ എത്രയാണ്? 1000 kg ആണ് അല്ലെ. അപ്പൊ നമ്മൾ 1000 കാണിച്ചു. ടോട്ടൽ യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് സെന്റ് എന്ന് പറയുമ്പോൾ എത്ര യൂണിറ്റ്സ് ആണ് അയച്ചിരിക്കുന്നത്? 1000 യൂണിറ്റ്സ്. ഈ 1000 ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ആ 1000 ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടല്ലോ. മൈനസ് നോർമൽ ലോസ് യൂണിറ്റ്. എത്രയാണ് നോർമൽ ലോസ് ഡ്യൂ ചെയ്തിരിക്കുന്നത്? 100 kg ആണ് അല്ലെ. അപ്പൊ നമ്മള് 100 കയറ്റി കണ്ടല്ലോ. ഇൻറ്റു ക്ലോസിംഗ് സ്റ്റോക്ക് യൂണിറ്റ്സ് ആകുമ്പോൾ എത്ര നമുക്ക് കിട്ടിയത്? എത്രയാണ്? 250 അല്ലെ. അപ്പൊ നമുക്ക് 250 കൊടുക്കാം കണ്ടല്ലോ. എത്രയും 7500 കണ്ടല്ലോ. അതായത് നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് 20,000 7000 കൂട്ടുമ്പോൾ 27,000 വരും അല്ലെ. ബൈ 1000 100 വയ്ക്കുമ്പോൾ 900 വരും അല്ലെ. അപ്പൊ നിങ്ങൾ പറഞ്ഞു 27,000 ബൈ 900 ഇൻറ്റു 250. അപ്പൊ എത്ര കിട്ടും? 7,500 കിട്ടും. ഇത്രയാണ് ആൻസർ. അപ്പൊ ഇത് എത്ര മാർക്ക് ക്വസ്റ്റ്യൻ ആണ്? 5 മാർക്കിന് ചോദിക്കപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സിമ്പിൾ ആണ്, ഒരു പാടില്ല. അപ്പൊ ഇതിൽ ആരെ നമ്മൾ അവോയ്ഡ് ചെയ്തത്? സെൻഡിങ് എക്സ്പെൻസിന് അവോയ്ഡ് ചെയ്തു. പിന്നെ എന്ത് പറഞ്ഞു? ഗവൺമെന്റിന് അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ റോഡ് പറഞ്ഞു കേട്ടോ. അപ്പൊ ഇത്ര മനസ്സിലാക്കാം. ഓക്കെ.